ഫൈനലി ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ ഞാനും ഉണ്ടാക്കിയിട്ടോ. 1-2 കുക്കിംഗ് അറിയാവുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ബിസിയാണിടേ. അങ്ങനെ ഞാൻ തന്നെ ഈ ചിക്കൻ എടുത്ത് സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്തായിരുന്നു മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് പെരുംജീരകം പൊടിച്ചതിട്ട് അതുകൂടി ഇട്ടിട്ട് എല്ലാം കൂടി ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട്, ഇത് കട്ട തൈരാണ് കേട്ടോ, അതുകൂടെ അതിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഇച്ചിരി വിനെഗർ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. കൈ നന്നായിട്ട് എരിയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് എടുത്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേ ദിവസം എടുത്തിട്ട് സ്റ്റൗ കത്തിക്കുക, എന്നിട്ട് ബട്ടർ ഇടുക. ശേഷം നമ്മുടെ തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പതറിലാണ് ഈ കാണുന്നത്. ശേഷം ഒരു പോർക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 എഗ് വൈറ്റ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇത് ഫ്രഷ് ക്രീമാണ് കേട്ടോ, പിന്നെ 2 സ്ലൈസ് ചീസും, അതിലേക്ക് കുറച്ച് പാലും അതുകൂടി ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം തുറന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇടുക, അതുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് സോസ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കൻ തിരിച്ചിടാം. ചിക്കൻ ഇത്ര കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, എൻ്റെത് കരിഞ്ഞു പോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കരിയാണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ സോസ് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുക, നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്നിട്ട് അടപ്പടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പാത്രങ്ങളൊക്കെ അലമാരക്കകത്ത് മാത്രം വെക്കാനുള്ളതാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് കഴിക്കാൻ കൊള്ളില്ല എന്ന് കരുതി, പക്ഷേ അടിപൊളിയായിരുന്നു.